പ്ലസ് പി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് റെസീറ്റും പേയ്മെൻറ്റ് എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് കുറിച്ച് നോക്കാം. അത് വരുന്നത് വൗച്ചറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന റെസീറ്റ്, പിന്നെ പേയ്മെൻറ്റ്. നമുക്ക് റെസീറ്റ് ഓപ്പൺ ചെയ്യുക. റെസീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. ഏത് ഡേറ്റിനാണ് നമ്മൾ റെസീറ്റ് ചെയ്യണമെന്നുള്ളത് അത് കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ബുക്ക് ഓഫ് ഹെഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് ക്യാഷ് റിസീവ് ആക്കുന്നത്, അത് ബാങ്കിലേക്കാണോ അല്ലെങ്കിൽ നമ്മളെ ക്യാഷ് അക്കൗണ്ടിലേക്കാണോ എന്നുള്ളത് ഇവിടെ കോൺട്രാ ഹെഡുകൾ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുക. പിന്നെ ഇവിടെ കോഡ് എന്ന് പറയുന്നത് നമ്മൾ ഏത് അക്കൗണ്ട്സിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാ അക്കൗണ്ടും ലിസ്റ്റ് ചെയ്യും. നമുക്ക് വേണ്ടിയ കസ്റ്റമറുടെ പേര് നമുക്കിവിടെ തിരഞ്ഞെടുക്കാം. നമ്മൾ ടെസ്റ്റ് എന്ന് പറയുന്ന കസ്റ്റമറുടെ പേര്. ഇപ്പം നമുക്ക് അവർക്ക് എന്തെങ്കിലും ക്യാഷ് ബാലൻസ് ഇവിടെ പെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ക്യാഷ് ബാലൻസ് കാണിക്കുന്നതായിരിക്കും. എത്ര രൂപ കിട്ടാനും കൊടുക്കാനുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കും. പിന്നെ നമുക്ക് നരേഷൻ ഉണ്ടെങ്കിൽ നരേഷൻ എന്ത് ചെയ്യാം, നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ബിൽ നമ്പറോ എന്തെങ്കിലും ലെഡ്ജറിൽ നമുക്ക് എഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും റെഫറൻസ് നമ്മൾ ബില്ലിൻ്റെ അകത്ത് എന്തെങ്കിലും റെഫറൻസ് മെൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ F5 അടിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ ബാങ്കിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ 2 ഓപ്ഷൻസ് നമുക്കിവിടെ എനേബിൾ ആയിട്ട് വരും. ഒന്ന് ചെക്ക് നമ്പർ, ചെക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ, പിന്നെ ചെക്ക് ഡേറ്റ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എമൗണ്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്യാഷിലേക്കാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ക്യാഷ് അവരെത്ര 2500 രൂപ അവർ റിസീവ് ചെയ്യാം. അതിപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ട് ആയിക്കോട്ടെ, നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് വരവ് വരുന്ന എല്ലാ എമൗണ്ടുകളും നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് റെസീറ്റിൻ്റെ അണ്ടറിലാണ്. നമുക്ക് കിട്ടുന്ന ക്യാഷായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എൻ്റർ ചെയ്യേണ്ടത് റെസീറ്റിൻ്റെ അണ്ടറിലാണ്. ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ നേരെ സേവ് ചെയ്യുക. പിന്നെ നമ്മൾ 2 രൂപത്തിൽ വരുന്നുണ്ട്. നമുക്ക് ബിൽ വൈസ് സെറ്റിൽമെൻ്റ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ബിൽ വൈസ് സെറ്റിൽമെൻറ്റിൽ കസ്റ്റമറാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ അന്നത്തെ ദിവസം കളക്ഷൻ എൻട്രി ചെയ്യുകയാണെങ്കിൽ ഇതേമാതിരി നമുക്കൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഏത് ബില്ലിനാണ് അവർ അടിച്ചിരിക്കുന്ന എഗെയിൻസ്റ്റ് എല്ലാ ബില്ലുകളും ലിസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഏത് ബില്ലിനാണ് നമ്മൾ ഈ 500 രൂപ വരെ വെക്കുന്നത് വെച്ചാൽ 500 രൂപ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ആ കളക്ഷൻ ഡേറ്റിൽ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം എൻ്റർ അടിക്കുക. ശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ലിലേക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കളക്ഷൻ പോയ മാതിരി കാണിക്കുന്നതായിരിക്കും. അതെങ്ങനെ വരുന്നതെന്ന് ലെഡ്ജറിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലെഡ്ജർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ F5 അടിച്ച് കഴിഞ്ഞാൽ ലുക്കപ്പ് വരും. നിങ്ങൾ കസ്റ്റമർ, നമ്മൾ ബിൽ വൈസ് എനേബിൾ ആക്കിയ കസ്റ്റമർ. അപ്പോൾ ബിൽ വൈസ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നുള്ള നമ്മുടെ അക്കൗണ്ട് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നമ്മൾ കസ്റ്റമറിൽ ഇപ്പോൾ നമ്മൾ 500 രൂപ വരെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് F8 അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ് അതിൻ്റെ റിപ്പോർട്ട് വരുന്നതായിരിക്കും. നമ്മളിവിടെ 15000 രൂപേൻ്റെ ബില്ലടിച്ചു. അവിടെ പെയ്ഡ് എമൗണ്ട് ആയിട്ട് നമ്മൾ 500 കൊടുത്തു. ആ ബില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ട് 14500 ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ബിൽ വൈസ് എമൗണ്ടുകൾ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. വൗച്ചറിൻ്റെ അണ്ടറിൽ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏത് ഡേറ്റിനാണോ കൊടുത്തത് ആ ഡേറ്റ് കറക്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക. ക്യാഷിനാണോ ബാങ്കിലേക്കാണോ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നത് ഏത് സോഴ്സിൽ നിന്നാണെന്നുള്ളത് നമ്മൾ റെസീറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സോഴ്സും പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സോഴ്സുമാണ് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത്. ഇത് ബാങ്ക് ആണെങ്കിൽ നമ്മൾ കാണിച്ച മാതിരി ചെക്ക് ഉണ്ടെങ്കിൽ ചെക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിച്ചു കൊടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ റെസീറ്റിൽ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ കസ്റ്റമർ ഓർ സപ്ലയർ നല്ല മറ്റ് എക്സ്പെൻസുകൾ അക്കൗണ്ടുകൾ എല്ലാ എക്സ്പെൻസും എൻട്രികളും നമ്മളൊരു പേയ്മെൻറ്റ് അകത്താണ് എൻ്റർ ചെയ്യേണ്ടത്. നമ്മളെല്ലാ വരവുകളും നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് റെസീറ്റിൻ്റെ അണ്ടറിലാണ് നമ്മുടെ വരവുകൾ എൻ്റർ ചെയ്യേണ്ടത്.